ഈ പ്രതിപക്ഷ നേതാക്കളുടെ വാവിട്ട വാക്ക് ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും അനുഗ്രഹമാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ട് കാലമായിട്ട് കാണുന്നത്. ഏറ്റവും അവസാനം ബാലിച്ചേട്ട പട്നയിലെ വലിയ ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി ലാലു പ്രസാദ് യാദവ് പറയാണ് നരേന്ദ്രമോദിക്ക് കുടുംബമുണ്ടോ എന്ന ചോദ്യം വലിയ അവസരമാക്കി ബി ജെ പി അതിനെടുത്തു. കേന്ദ്രമന്ത്രിമാരൊക്കെ ഞങ്ങളും മോദിയുടെ കുടുംബം എന്ന് എഴുതി ചേർത്തു. അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കി മാറ്റി. ഇത് ആദ്യമല്ല, ഇതിപ്പോ ആദ്യത്തെ ഒരു കാഴ്ചയല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. 2007 ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. 2007 ഈ അന്ന് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായിരുന്നു. ഈ പൊതുവെ ഈ അഭിപ്രായ സർവേകളിലൊക്കെ ഈ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു മുൻതൂക്കം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അധികാരത്തിലെത്തുന്നുള്ള അതെ, ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഗുജറാത്തിലെ ഒരു രാഷ്ട്രീയ പ്രചാരണ യോഗത്തിൽ സോണിയാഗാന്ധി മൗത് കാ സൗദാഗർ അഥവാ മരണത്തിന്റെ വ്യാപാരിയാണ് മോദി എന്ന് പറഞ്ഞ ഒരു പ്രതികരണം നടത്തിയത്. അത് പിന്നീട് ബി ജെ പി വലിയ പ്രചരണമാക്കുകയും യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമായത് സോണിയാഗാന്ധിയുടെ ആ പരാമർശമാണ് എന്ന് പിന്നീട് വിലയിരുത്തപ്പെടുകയുമാണ് ഉണ്ടായത്. അതെ, ഈ 2007 മാത്രമല്ല, ഏറ്റവും വലുതായി ചർച്ചയായതും ഇമ്പാക്ട് ചെയ്തതും എനിക്ക് തോന്നുന്നത് 2014 മണിശങ്കർ അയ്യരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്. അതായത് മോദി ജയിക്കാനെന്ന് പോലും മോദിക്ക് വേണമെങ്കിൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വന്ന് ചായ കൊടുക്കാം, ചായക്കടക്കാരൻ എന്ന് വിളിച്ചു. അപ്പൊ പിന്നീട് നമ്മൾ കണ്ടത് ചായക്കട ചർച്ചകളായിരുന്നു. രാജ്യത്താകമാനം ബി ജെ പി ചായക്കടകളിൽ പോയി അതെ ചായ കുടിച്ച് മോദിയെ കുറിച്ചും കോൺഗ്രസ് സർക്കാരിന്റെ കുഴപ്പങ്ങളെ കുറിച്ചും ഒക്കെ രണ്ടാം യു പി എ സർക്കാരിന്റെ കുഴപ്പങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അത് ഒരു വ്യാപക പ്രചാരണമായി. അതായത് നമ്മൾ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതും പ്രസംഗം നടത്തുന്നതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുന്ന പ്രചാരണമാക്കി ഈ ചായക്കട ചർച്ചകളിലെ ജനങ്ങളെ വലിയ തോതിൽ അത് സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. അതേ മണിശങ്കർ അയ്യറിനെ 2017 മോദിയെ നീചൻ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത ഒരു പ്രകടനം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ കോൺഗ്രസ് അദ്ദേഹത്തെ സസ്പെൻഡ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്നിരുന്നാലും അതും മോദിക്ക് അനുഗ്രഹമാണ് ഉണ്ടായത്. ഇത് പ്രസ്താവനകൾ ഇങ്ങനെ പലതും ബി ജെ പി നേതാക്കളും പലപ്പോഴും നടത്താറുണ്ട്. അതിഭീകരമായ വർഗീയ പ്രസ്താവനകൾക്ക്. പക്ഷെ അതൊന്നും മുതലെടുക്കാനൊന്നും പ്രതിപക്ഷത്തിൽ നിന്നും കഴിയാറില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് അത് പ്രസ്താവനകൾ ഉണ്ടാവുന്നു, മുതലെടുക്കാൻ ബി ജെ പിക്ക് കഴിയുന്നു. 2019 മറ്റൊരു പ്രധാനപ്പെട്ട ആയുധമാക്കി ബി ജെ പി മാറ്റിയത് ചൌക്കിദാർ ചോറെ, കാവൽക്കാരൻ കള്ളനാണ് എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞു. എങ്ങനെ? അതെ, കാവൽക്കാരൻ എന്ന് രാഹുൽ വേദിയിൽ നിന്ന് വിളിക്കുമ്പോ അപ്പുറത്ത് ജനങ്ങൾ കള്ളൻ എന്ന് വിളിച്ചു പറയും. പക്ഷെ അതും വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ. ബി ജെ പി അതിനെ പ്രതിരോധിച്ചത് മൈ ഹി ചൌക്കിദാർ എന്ന് പറഞ്ഞ്. ഇപ്പം തുടക്കത്തിൽ നേരത്തെ അനൂപ് പറഞ്ഞില്ല, ഇപ്പോഴത്തെ ഈ പ്രൊഫൈലിലൊക്കെ മാറ്റം വന്നത്. അന്ന് മൈ ഹി ചൌക്കിദാർ, ഞങ്ങളും കാവൽക്കാരാണെന്ന് പറഞ്ഞായിരുന്നു ബി ജെ പി ഈ മറുപ്രചാരണം അഴിച്ചുവിട്ടത്. ആ വിഷയത്തില് പിന്നീട് സുപ്രീം കോടതിയിൽ എത്തുകയും സുപ്രീം കോടതിയിൽ വെച്ച് രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞ് തടിയൂരുകയും ഒക്കെയാണ് ആ വിഷയത്തിൽ ചെയ്തത്. 2022 സമാനം അന്ന് ഖാർഗെയുടെ ഭാഗത്തു നിന്നായിരുന്നു. അത് കച്ച് മേഖലയിൽ ഒരു പ്രശ്നമായി. അതെ, 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് പക്ഷെ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഖാർഗെ അവിടെ ചെന്നിട്ട് അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ഖാർഗെ പറഞ്ഞത് മോഡി രാവണനാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിലും മോഡി എന്ത് ചെയ്തു? മോഡി വലിയ തോതിലൊരു മറുപ്രചരണം നടത്തി. ഗുജറാത്തികൾ രാമഭക്തരാണ്, അവിടെ വന്നാണ് എന്നെ രാവണൻ എന്ന് വിളിക്കുന്നത്, ഇതിന് തക്കതായ മറുപടി ജനം കോൺഗ്രസിന് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഒരു പ്രസ്താവനയോ അതല്ലെങ്കിൽ ഒരു സംഭവമോ ഒക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ എങ്ങനെ ഗുണപരമായി അനുകൂലമാക്കി മാറ്റാമെന്നതിൽ PhD എടുത്തിട്ടുള്ളവരാണ് ബി ജെ പി എന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഈ ആവർത്തിച്ചുണ്ടാകുന്ന ഈ തിരിച്ചടികളൊന്നും പ്രതിപക്ഷം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം തിരിച്ചറിയുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഉറപ്പായിട്ടും. എന്തായാലും ലാലുവിന്റെ ഈ പ്രസ്താവന വലിയ തോതിൽ ബി ജെ പി മുതലെടുക്കും, ഉപയോഗപ്പെടുത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. തീർച്ചയായും.